185/2024 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 2, 3, 4 ആണ് ശരി. അതായത് 1908 തിരുവനന്തപുരം ജില്ലയിൽ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു, തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു, ശരിയാണ്. അരുൾ നൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്, ശരിയാണ്. കണ്ണാടി പ്രദർശനം നടത്തി, അതും ശരിയാണ്. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി 2, 3 ആണ് തെറ്റത്. അതായത് കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയാണ് നിയോഗിച്ചത്. അതേപോലെ കലാപത്തിൻ്റെ പ്രധാന നേതാവ് പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചത്, രണ്ടും തെറ്റാണ്. ശരിയായവയാണ്. കലാപം നടന്നത് 1812 അത് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഹാങ്കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുക്കുന്ന പ്രസ്താവന ശരിയേത്? ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. ദ വെജിറ്റേറിയൻ എന്ന നോവൽ മാൻ ബുക്കർ പുരസ്കാരം നേടി. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. താഴെ പറയുന്നവ ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ 1, 2, 4 ശരിയാണ്. അതായത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു, ശരിയാണ്. 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്, ശരിയാണ്. 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി, അത് തെറ്റാണ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം നടന്നു, അതും ശരിയാണ്. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന ശരിയെന്ന്? ആൻസർ ഓപ്ഷൻ ഡി 1, 4. അതായത് 16ാം ഉച്ചകോടി കാസാനിൽ നടന്നു. അതേപോലെ 2009 ബ്രിക്സ് രൂപം കണ്ടതാണ്. ശരിയായവ. തെറ്റ്. കാസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്, അതും തെറ്റാണ്. അതേപോലെ ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി, അതും തെറ്റാണ്. താഴെ കൊടുത്തിരിക്കുന്നതും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി 3, 4 ആണ് ശരി. അതായത് ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു, അത് ശരിയാണ്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്, അതും ശരിയാണ്. തെറ്റായവയാണ്. ISRO സ്ഥാപിച്ച 1990, അത് തെറ്റാണ്. ഇതിൻ്റെ ആസ്ഥാനം കൽക്കട്ടയിലെ അന്തരീക്ഷ ഭവൻ, അതും തെറ്റാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാർ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ 1, 2, 3 ആണ് ശരി. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. 1931 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. ഇതാണ് കറക്റ്റ്. ശരിയായവ. പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് താനൂർ, അത് തെറ്റാണ്. താഴെ കൊടുത്തിരിക്കുന്ന തെറ്റായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രമാണ് തെറ്റ്. ശരിയായവയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ ആണ്. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MK സാനു, അതെല്ലാം ശരിയാണ്. ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രൻ, അത് തെറ്റാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലക്രമണം എത്ര? ആൻസർ ഓപ്ഷൻ എ 2, 3, 4, 1. അതായത് മലബാർ കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം, പിന്നെ അതിർത്തി ഗാന്ധിയുടെ മരണം. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ പ്രസ്താവന ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി 1, 2, 3 മാത്രമാണ്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 KLMR ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇന്ത്യയുടെ 18ാമത്തെ മെട്രോ റെയിൽവേ, അത് തെറ്റാണ്. കിബുൾ ലാംജാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ എ മണിപ്പൂരാണ്. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം? ആൻസർ ഓപ്ഷൻ എ അഹമ്മദാബാദാണ്.
ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം? ആൻസർ ഓപ്ഷൻ ഡി ഖാരിഫ് ആണ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് റെസിഡ്യൂവൽ പർവ്വതം ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ എ ആരവല്ലി ആണ്. ക്രിസ്റ്റലൈൻ കായാന്തര ശിലകളിൽ നിന്നും ഖാദന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം? ആൻസർ ഓപ്ഷൻ ബി ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി മധ്യപ്രദേശ് ആണ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ്? ആൻസർ ഓപ്ഷൻ ബി ആന്ത്രാസൈറ്റ്. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി തമിഴ്നാടാണ്. മെക്സിക്കോയിലെ വെട്ടിച്ചുട്ട് കൃഷി അറിയപ്പെടുന്ന? ആൻസർ ഓപ്ഷൻ എ മിൽപ്പയാണ്. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർന്ന് വായിക്കാം? ആൻസർ ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. 1957 കേരള സർവകലാശാലയിൽ മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത്? ആൻസർ ഓപ്ഷൻ എ 1937 ആണ്. താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ആൻസർ ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. താഴെ പറയുന്ന കൃതികൾ ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ലാത്ത കൃതി ഏത്? ആൻസർ ഓപ്ഷൻ ബി വേദാധികാര നിരൂപണമാണ്. ശരിയായവയാണ് ദൈവദശകം, നവമഞ്ജരി, ദർശനമാല. ദേശീയ വിദ്യാഭ്യാസ ദിനമായി നവംബർ 11 താഴെ പറയുന്ന ആരുമായി ബന്ധപ്പെട്ടിരിക്കും? ആൻസർ ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാളി സാഹിത്യകാരൻ? ആൻസർ ഓപ്ഷൻ സി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. താഴെ പറയുന്നത് ഇന്ത്യ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ്? ആൻസർ ഓപ്ഷൻ എ 1, 3 ശരി. രാധാകൃഷ്ണ കമ്മീഷൻ, രംഗനാഥ കോത്താരി കമ്മീഷനാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. തേവാക കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ബംഗാളിലാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്? ആൻസർ ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യയിൽ താഴെ പറഞ്ഞ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ട്രാങ്കിപാർ ആണ്. താഴെ നൽകുന്ന സംഭവങ്ങളിൽ തെറ്റായത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി കുറിച്യ കലാപം നടന്നത് 1810 തെറ്റാണ്. ശരിയായവയാണ് കുണ്ടറ വിളംബരം 1809, കുളച്ചൽ യുദ്ധം 1741, ആറ്റിങ്ങൽ കലാപം 1721. മൗലിക ചുമതലയുമായി ബന്ധപ്പെട്ട താഴെ നൽകിയ പ്രസ്താവന ശരിയേത്? ആൻസർ ഓപ്ഷൻ ബി 1, 3. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലയെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. ഇതാണ് ശരിയായവ. സർക്കാരിയ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതല കൂട്ടിച്ചേർത്തത്. അത് തെറ്റാണ്. ഇന്ത്യ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ശരിയായവ? ആൻസർ ഓപ്ഷൻ ഡി 1, 3. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ദേശീയ ഗാനത്തോടൊപ്പം തുല്യ പദവിക്കാണ് ദേശീയ ഗീതത്തിനുള്ളത്. ഹിന്ദി ഭാഷ അതാണ് ശരിയാണ്. ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. അത് തെറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് ശരിയായവ ഏവ? ആൻസർ ഓപ്ഷൻ ബി 1, 2, 4. 1990 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിരുന്നു. ഇതാണ് ശരി. തെറ്റായവയാണ് 1993 ഡിസംബർ 10 ആദ്യ ചെയർമാൻ നിലവിൽ തെറ്റാണ്. 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹനായ? ആൻസർ ഓപ്ഷൻ സി എസ് സോമനാഥും ഭുവനേശ്വരിയാണ്. സി ആണ്. ഇന്ത്യ ഭരണഘടന 25 മുതൽ 28 വരെ ഉള്ള വകുപ്പുകളിൽ ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രമാണ്. ശരിയായവയാണ്
ന്യൂനപക്ഷക്കാർക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നടത്തുവാനുള്ള അവകാശമാണ് ഇതിൽ പെടാത്തത്. ശരിയായവയാണ്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം, മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവരജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുള്ള അവകാശം, ഗവൺമെൻറ് ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതബോധം നടത്തുന്നത് നിരോധിക്കുന്നു. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ എ റഷ്യയാണ്. കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി 1, 3, 4 ശരിയാണ്. 1812 കുറിച്യ കലാപം നടന്നത്. ശരിയാണ്. വയനാട് ജില്ലയിലെ കുറിച്യ കൂമ്പാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. തെറ്റാണ്. പ്രധാന നേതാവ് രാമനമ്പിയാണ്. അത് ശരിയാണ്. പ്രധാന നേതാവ് രാമനമ്പിയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടന്ന ലഹളയായിരുന്നു. ഇത് ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക? ആൻസർ ഓപ്ഷൻ സി കേരള സുഗുണ ബോധിനി ആണ്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ശരിയായവ? ആൻസർ ഓപ്ഷൻ സി 1, 2, 3. വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. ശരിയാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘ് എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. ശരിയാണ്. 2005 ഒക്ടോബർ 12 നടന്നതും ശരിയാണ്. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ? ആൻസർ ഓപ്ഷൻ ഡി പാലക്കാട്, ചേലക്കരയാണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ എ 41 ആണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ഡി വയനാടാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ ഡി പള്ളിവാസലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ആൻസർ ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണാണ്. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ആൻസർ ഓപ്ഷൻ എ പറമ്പിക്കുളം ആണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദനാണ്. കേരളത്തിലെ ആകെയുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ എ 20 ആണ്. കേരള സംസ്ഥാന ജലവകുപ്പ് മന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ ബി റോഷി അഗസ്റ്റിനാണ്. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ആൻസർ ഓപ്ഷൻ എ 5 ആണ്. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. കേരളത്തിൽ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ട വർഷം? ആൻസർ ഓപ്ഷൻ സി 1861 ആണ്. പയ്യന്നൂരിൽ വച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനാരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് ബന്ധമില്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി കീഴേരൂർ ബോംബ് കേസാണ് ബന്ധമില്ലാത്തത്. ശരിയായവയാണ്. പുന്നപ്ര വയലാർ സമരം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്ന ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ TK മാധവൻ. 1817 ഗൗരി പാർവതി ബായി പുറപ്പെടുവിച്ച വിളംബരത്തിൻ്റെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. യോഗക്ഷേമ സഭ രൂപീകരിക്കാൻ നേതൃത്വം നൽകിയതാര്? ആൻസർ ഓപ്ഷൻ ബി VT ഭട്ടതിരിപ്പാട്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? ആൻസർ ഓപ്ഷൻ സി ജനസംഖ്യ അനുപാതമായ സംവരണമാണ് ഉൾപ്പെടാത്തത്. ശരിയായവയാണ്. ഭരണപരിഷ്കാരം, കുടിയാന്മ പ്രശ്നം, ഖിലാഫത്ത്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി അർണോസ് പാതിരിയാർ. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏത്? ആൻസർ ഓപ്ഷൻ എ ആലപ്പുഴയാണ്. ജീവമണ്ഡലത്തിൻ്റെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി വാട്ടർ G. റോക്സനാണ്. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിനെ രക്തം കൂട്ടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത്? ആൻസർ ഓപ്ഷൻ എ പ്ലാസൻ്റയാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീരംഗ് കൈമ.
ചെറുകുടലിനകത്തെ പോഷകാഗീരണത്തിലുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിക്കാൻ സഹായിക്കുന്ന ഭാഗം. ആൻസർ ഓപ്ഷൻ ബി വില്ലസുകളാണ്. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ. ആൻസർ ഓപ്ഷൻ സി വൃക്കാധമനി. നേത്രവൈകല്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 3, 4 ശരിയാണ്. കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സെറോഫ്താലി. അത് തെറ്റാണ്. വിറ്റാമിൻ ബിയുടെ കുറവാണ് നിശാന്തതയ്ക്ക് കാരണം. തെറ്റാണ്. ശരിയായവയാണ്. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലൂക്കോമ. കണ്ണിൻ്റെ ലെൻസ് അതാര്യമാവുന്ന അവസ്ഥയാണ് തിമിരം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ്. ആൻസർ ഓപ്ഷൻ സി മൊണീറയാണ്. ഭീമാകാരത്വം ഏത് ഹോർമോണും അതിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്. ആൻസർ ഓപ്ഷൻ ഡി സെറോഫ്താൽമിയാണ്. കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രമാണ് ശരി. ഗ്ലൈക്കോസിനെ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആകുന്നു മാത്രമാണ് ശരി. കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും രണ്ടാം ഘട്ടം റൈബോസിലും വെച്ച് നടക്കുന്നത് തെറ്റാണ്. ആദ്യഘട്ടമായ ഗ്ലൈക്കോസിസ് ഓക്സിജൻ ആവശ്യമാണ്. അതും തെറ്റാണ്. ഗ്ലൈക്കോസിൻ്റെ ഫലമായി 28 ATP തന്മാത്ര. അതും തെറ്റാണ്. വിട്രിയസ് അവ മനുഷ്യ ശരീരത്തിൽ ഏത് അവയവുമായി ബന്ധപ്പെട്ട? ആൻസർ ഓപ്ഷൻ ബി കണ്ണാണ്. ജനറേറ്റർ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം. ആൻസർ ഓപ്ഷൻ എ യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമാണ്. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത്? ആൻസർ ഓപ്ഷൻ ബി സമ്പുഷ്ട യുറാനിയമാണ്. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം എത്ര? ആൻസർ ഓപ്ഷൻ ഡി 4 മടങ്ങാകും. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി വേഗമാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ആൻസർ ഓപ്ഷൻ ബി ബാരോമീറ്ററാണ്. ചില പ്രസ്താവന നൽകിയിരിക്കുന്നത് ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി ന്യൂട്രോണിനെ കണ്ടെത്തി. റബ്ബറിൻ്റെ മോണോമർ ഏത്? ആൻസർ ഓപ്ഷൻ ബി ഐസോപ്രീനാണ്. റേഡിയോ ആക്റ്റീവ് കണ്ടെത്തിയത്? ആൻസർ ഓപ്ഷൻ സി ഹെൻറി ബെക്യുറലാണ്. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏതിൻ്റെ ലോഹത്തിൻ്റെ അയിരാണ്? ആൻസർ ഓപ്ഷൻ ഡി അലുമിനിയം. ഒരേ മാസ് നമ്പർ വ്യത്യസ്ത അറ്റോമിക് നമ്പറുള്ള ആറ്റമാണ്. ആൻസർ ഓപ്ഷൻ എ ഐസോബാറുകൾ. ഒരു സമചരത്തിൻ്റെ ഒരു തുണിയുടെ നീളം 1 മീറ്ററാണ്. തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുടെ സമചതുരാകൃതിയുള്ള പുതിയ തുണിയുടെ വില എത്രയാകും? ആൻസർ ഓപ്ഷൻ എ 25 രൂപയാണ്. ഏത് രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് 5 + 3 × 8 - 12 / 4 എന്ന സമവാക്യം ശരിയാവുക? ആൻസർ ഓപ്ഷൻ ബി മൈനസ് ഡിവൈഡഡ് ആണ്. രണ്ട് സംഖ്യയുടെ ലസാഗു 60ഉം ഉസാഗു 3ഉം. ഈ രണ്ട് സംഖ്യകൾ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ ഡി 15 ആണ്. √15² + 12² - 2 × 50 × 12 എത്ര? ആൻസർ ഓപ്ഷൻ എ 3 ആണ്. ഒരു മിശ്രിതത്തിൻ്റെ 4 ഭാഗം വെള്ളവും 5 ഭാഗവും പാലുമാണ്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് 80 ml ആയാൽ പാലിൻ്റെ അളവ് എത്ര? ആൻസർ ഓപ്ഷൻ എ 100 ml ആണ്. 32 × 10 / 10 - 2 ൽ നിന്ന് 20 കുറച്ചാൽ എത്ര? ആൻസർ ഓപ്ഷൻ സി 20 ആണ്. 6.4² - 3.6² / 2.8 എത്ര? ആൻസർ ഓപ്ഷൻ ബി 10 ആണ്. 16.3 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജാകൃതി കോണിൻ്റെയും 12.1 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? ആൻസർ ഓപ്ഷൻ ഡി 0.5 സെൻറ്റിമീറ്റർ ആണ്. എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകൾ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 7575 ആണെങ്കിൽ അവസാന നോട്ട് നമ്പർ എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി 7634 ആണ്. വിട്ടുപോയ പദസംഖ്യ ഏത്? 1 5 11 12 11 19 29 -55. ആൻസർ ഓപ്ഷൻ ഡി 41 ആണ്. ഒരു പ്രത്യേക ഭാഷയിൽ ഫയൽ എന്നത് UROV എന്ന് എഴുതിയാണെങ്കിൽ ആ ഭാഷയിൽ സോർ എന്ന് എങ്ങനെ എഴുതാം? ആൻസർ ഓപ്ഷൻ ബി HLFI. ഒരു കുടുംബത്തിലെ അജയനും അയാളുടെ ഭാര്യയും 4 ആൺമക്കളും അവരുടെ ഭാര്യമാരുമുണ്ട്. ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളുമുണ്ട്. എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആൺകുട്ടികളുണ്ട്? ആൻസർ ഓപ്ഷൻ സി 17 ആണ്. ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവർ റൺസ് നിരക്ക് 3.2 ആണ്.
ബാക്കിയുള്ള 4 ഓവറിൽ ഏത് റൺസ് നിരക്കിൽ റൺ എടുത്താലാണ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടാൻ സാധിക്കുക? ആൻസർ ഓപ്ഷൻ എ 6.25 ആണ്. ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് 30 കിലോമീറ്റർ വേഗതയിലും തിരിച്ച് 120 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ചു. ഈ രണ്ട് ദൂരങ്ങൾ കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തുവെങ്കിൽ ഒരു വർഷത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര? ആൻസർ ഓപ്ഷൻ ഡി 120 കിലോമീറ്റർ ആണ്. 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. ലാഭശതമാനം 8% മാത്രമാണെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം? ആൻസർ ഓപ്ഷൻ ബി 2700 ആണ്. 3 വയസ്സിൻ്റെ വ്യത്യാസം ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ എ 4 ആണ്. 853 × 1346 × 452 × 226 എന്ന ഗുണഫലത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ ഡി 6 ആണ്. തന്നിരിക്കുന്ന ജോഡികളിൽ നിന്ന് മാത്രം 3 ജോഡിയും വ്യത്യാസമാണ്. ആൻസർ ഓപ്ഷൻ സി 19, 20 ആണ്. മോഹൻ്റെ ഒരു മാസ വരുമാനം 50,000 രൂപയാണ്. വരുമാനത്തിൻ്റെ 10%, മകളുടെ പഠനത്തിന് 28%, വീട്ടു ചെലവിനും 10% വാടകയ്ക്കും ഉപയോഗിക്കുന്നു എങ്കിൽ മാസ വരുമാനം മോഹൻ്റെ സമ്പാദ്യം എത്ര? ആൻസർ ഓപ്ഷൻ ഡി 23,500 രൂപയാണ്. 5 - 1/4 + 2 1/2 + 2 1/4 എത്ര? ആൻസർ ഓപ്ഷൻ സി 0 ആണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.